വീടുകളിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സ്വർണത്തെ ലാഭകരമായ നിക്ഷേപമാക്കി മാറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം പരിഷ്കരിക്കുന്നു. ഇന്ത്യയിലെ വീടുകളിലുള്ള ഏകദേശം 20,000 ടണ്ണിലധികം സ്വർണം സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം ആഭരണങ്ങളോ നാണയങ്ങളോ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് 2 മുതൽ 2.5% വരെ വാർഷിക പലിശ ലഭിക്കും. നിക്ഷേപ കാലാവധിക്ക് ശേഷം സ്വർണമായോ അന്നത്തെ വിപണി വിലയ്ക്കുള്ള പണമായോ ഇത് തിരികെ വാങ്ങാവുന്നതാണ്. നേരത്തെ ഈ പദ്ധതിക്ക് വലിയ പ്രചാരം ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം ആഭരണങ്ങൾ ഉരുക്കണമെന്ന നിബന്ധനയായിരുന്നു. പുതിയ പരിഷ്കാരങ്ങളിൽ ജ്വല്ലറികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ലളിതമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു. സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്നതിലെ തടസ്സങ്ങൾ നീക്കാനും നിക്ഷേപകർക്ക് കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാനും വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനും ഈ നീക്കം സഹായിക്കും. ലോക്കറുകളിൽ വെറുതെയിരിക്കുന്ന സ്വർണത്തിന് സുരക്ഷിതത്വത്തിനൊപ്പം സ്ഥിരവരുമാനം കൂടി ഉറപ്പാക്കാൻ പുതിയ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത് സാധാരണക്കാർക്കും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്കും ഒരുപോലെ ഗുണകരമാണ്.